ഓസ്ട്രേലിയയുടെ അധീനതയിലുള്ളതും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഒരു ദ്വീപാണ് ക്രിസ്മസ് ഐലൻഡ്. ഓസ്ട്രേലിയയുടെ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ തീരത്തു നിന്നും 1500 കിലോമീറ്റർ ദൂരെയാണ് മനോഹരമായ ഈ ദ്വീപ്. 1615 റിച്ചാർഡ് റൗ എന്ന യൂറോപ്യനാണ് ഇതാദ്യം കണ്ടുപിടിച്ചതെങ്കിലും 1643 ക്രിസ്തുമസ് ദിവസത്തിൽ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ റോയൽ മേരി എന്ന കപ്പലിലൂടെ കടന്നുപോയ ക്യാപ്റ്റൻ വില്യം മൈനോർസ് ആണ് ഈ ദ്വീപിന് ക്രിസ്മസ് ഐലൻഡ് എന്ന് പേരിട്ടത്. തണുത്ത കാലാവസ്ഥയിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ അത്യപൂർവവും അതിമനോഹരവുമായ ഒരു കാഴ്ചയാണ് ഇവിടം സമ്മാനിക്കുക. ക്രിസ്മസ് ദ്വീപിലും കോക്കോസ് ദ്വീപിലും മാത്രം കാണപ്പെടുന്ന ചുവന്ന ഞണ്ടുകളുടെ കൂട്ടത്തോടെയുള്ള പലായനം, നിലനിൽപ്പിൻ്റെ അതിജീവനത്തിൻ്റെ അതിസാഹസികമായ ഒരു യാത്രയുടെ കഥ. ഏകദേശം 500 ലക്ഷത്തോളം ചുവന്ന ഞണ്ടുകൾ വർഷത്തിലൊരിക്കൽ മഴക്കാടുകളിൽ നിന്നും കടൽക്കരയിലേക്ക് യാത്ര തുടങ്ങുന്നു. ലക്ഷ്യം പുതിയ തലമുറയെ സൃഷ്ടിക്കലാണ്. അതികഠിനവും അപകടമേറെയുള്ളതും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതുമായ യാത്ര. വഴിയിൽ അപകടം പല രൂപത്തിൽ പതിയിരിക്കുന്നു. മഞ്ഞ ഉറുമ്പുകളുടെയും പക്ഷികളുടെയും കവർച്ചക്കാരനും തേങ്ങാക്കള്ളനും എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ച കോക്കനട്ട് ഞണ്ടിന്റെയും കണ്ണു വെട്ടിച്ചു വേണം പോകാൻ. ആദ്യത്തെ മഴ ഭൂമിയെ സ്പർശിക്കുന്നതോടെ മഴക്കാടുകളിൽ നിന്നും ആൺഞണ്ടുകളാണ് ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. മഴ വൈകിയാൽ യാത്രയും വൈകും. മഴയിൽ നിന്നാണ് മൈലുകളോളം സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനുള്ള ഊർജം ഇവർക്ക് ലഭിക്കുന്നത്. വഴിയിൽ കിടക്കുന്ന ഇലകളും പഴങ്ങളും രുചിച്ചുകൊണ്ടാണ് യാത്ര. ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നാൽ പിന്നെ കുഴി ഒഴിച്ച് മാളമുണ്ടാക്കി ഇണയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. വൈകാതെ പെൺഞണ്ടുകളും എത്തിച്ചേരുന്നു. ഇണ ചേർന്ന് കഴിഞ്ഞാൽ കടലിൽ പോയി ഫ്രഷ് ആയി ആൺഞണ്ടുകൾ തിരികെ യാത്ര തിരിക്കും. ദ്വീപിൽ എവിടെ നോക്കിയാലും ഈ പത്തുകാലികളാണ്. അടുക്കളയിലും തൊടിയിലും റോട്ടിലും ദ്വീപ് മുഴുവൻ ഒരു ചുവന്ന പരവതാനി വിരിച്ചിരിക്കുന്നുവെന്ന് തോന്നിപ്പിക്കും. ഇവിടെ മനുഷ്യൻ പ്രകൃതിക്ക് വഴിമാറുന്നു. ഞണ്ടുകൾക്ക് പോകാനായി പ്രത്യേക തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ദ്വീപിലെ മിക്ക റോഡുകളെല്ലാം തന്നെ അടയ്ക്കുകയും ട്രാഫിക് വഴിമാറ്റി വിടുകയും ചെയ്യും. കാരണം ഞണ്ടിന് റോഡ് നിയമങ്ങളൊന്നും ബാധകമല്ല. അതുകൊണ്ട് തന്നെ ആപത്തുകളും കൂടുതലാണ്. പക്ഷെ വെല്ലുവിളികളൊന്നും തന്നെ ചെമ്പൻ ഞണ്ടുകളുടെ യാത്രയ്ക്ക് ഒരു തടസ്സമല്ല. വച്ചകാൽ സൈഡിലോട്ട്. കോവിഡ് മൂലം സന്ദർശകർ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്ടോബർ മുതൽ ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന ചുവന്ന ഞണ്ടുകളുടെ ഈ അതിമനോഹരമായ സഞ്ചാരം കാണാൻ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ക്രിസ്മസ് ഐലൻഡ് ടൂറിസം. മുട്ട വളർച്ചയെത്താൻ 2 ആഴ്ചയോളം പെൺഞണ്ടുകളുടെ കാത്തിരിപ്പ്. ഒരു പെൺഞണ്ടിന് ഏകദേശം 1 ലക്ഷത്തോളം മുട്ടകൾ ഉണ്ടാവുമെന്നാണ് കണക്ക്. നെഞ്ചുകൂടിലാണ് അവ മുട്ടകൾ സൂക്ഷിക്കുന്നത്. ചന്ദ്രന്റെ അവസാന പാദത്തിലെ വേലിയേറ്റത്തിൽ പെൺഞണ്ടുകൾ മുട്ട വെള്ളത്തിലേക്ക് ഒഴുകുന്നു. ഒരു ആദിവാസി നൃത്തം അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് പാറ്റൽ. മുട്ട വെള്ളത്തിൽ തൊടുന്നതോടെ വിരിയുകയായി. പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ലാർവ ഏകദേശം 1 മാസം കഴിയുമ്പോൾ ഒരു ചെമ്മീന്റെ ആകൃതി കൈവരിക്കുന്നു. കൊറിക്കാനെത്തുന്ന തിരണ്ടിയും സ്രാവുകളും മറ്റു പല മീനുകളും ഇവർക്ക് വലിയ ഭീഷണിയാണ്. ഞണ്ടിന്റെ രൂപമായി കഴിഞ്ഞാൽ വിരലിന്റെ 1/3 വലുപ്പം മാത്രമുള്ള കുഞ്ഞൻ ഞണ്ടുകൾ യാത്ര തുടങ്ങുകയായി. കുഞ്ഞൻ ഞണ്ടുകളുടെ യാത്ര ഒന്ന് കാണേണ്ടത് തന്നെയാണ്.
ഏകദേശം 9 ദിവസത്തോളം യാത്ര നീളും. പലരും യാത്ര മുഴുവനാക്കാറില്ല. സർ ഡേവിഡ് ആറ്റൻബറോ പറഞ്ഞതുപോലെ അതിമനോഹരവും കൗതുകം നിറഞ്ഞതുമായ ഒരു കാഴ്ചയാണ് ചുവന്ന ഞണ്ടുകളുടെ ഈ ഘോഷയാത്ര. പ്രകൃതിയുടെ അത്ഭുതം.